പെട്ടെന്ന് തന്നെ സദ്യ ആരംഭിച്ച് ചോറ് വന്ന് പരിപ്പ് ഒഴിച്ചു പപ്പടം പൊട്ടിച്ചു. പക്ഷെ അതിന് ഇതിൽ കാണിക്കാൻ ഉൾപ്പെടുന്ന പറ്റില്ല. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചത്. അതിനുശേഷം സാമ്പാർ വരാനായിട്ട് നമ്മുടെ ചോറ് രണ്ടാമത് വിളമ്പുകയാണ്. ഇത് സാമ്പാറുമായിട്ട് കഴിക്കാനുള്ളതാണ്. ബാക്കി തൊടുകറി എല്ലാം ആദ്യത്തെ പരിപ്പും പപ്പടവും തൊടുകറികളുമായിട്ട് ഞാനും കഴിച്ചു. ബാക്കി ഇനി സാമ്പാറിന് വേണ്ടി നമ്മൾ ചോറ് സെറ്റാക്കുന്നു. ഇപ്പോൾ അത് കണക്ക് തന്നെ ചോറിൻ്റെ കൂടെ സാമ്പാർ വരും. സാമ്പാർ വന്നു കഴിഞ്ഞാൽ അത് ഞെവടി അടിച്ചു കഴിഞ്ഞാലാണ് സാമ്പാർ വന്നു. നമുക്ക് വേണ്ടുന്നത് ഏറ്റവും കൊല്ലം സദ്യ കഴിക്കാൻ വേണ്ടത് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്പീഡ് തന്നെയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ സാമ്പാർ ഉള്ള ചോറ് നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതാണ്ട് പ്രഥമൻ വന്ന് കേട്ടോ. അടപ്രഥമൻ ഞാൻ ഇച്ചിരൂടെ ചോദിച്ചു. അപ്പോൾ ഇച്ചിരൂടെ തന്നില്ല. അവിടെ അടി നടന്നേരം കൊല്ലക്കാരെ സ്വാതന്ത്ര്യമൊന്നും അറിയില്ല. അതാണ് ചോദിച്ചുകൊണ്ട് വീണ്ടും പ്രഥമൻ തന്നു. നമ്മളതിനെ വേണ്ടി ബാക്കി പപ്പടം എടുത്ത് വെച്ചു. പിന്നെ ഒരു സുന്നി ഇത്ര ഉള്ളൊരു കൊച്ചൊരു പഴമുണ്ട് കേട്ടോ. ആ പഴവും കൂടെ നമ്മൾ ഇതാണ്ട് അങ്ങനെ ഒരു കൈ കൊണ്ടാണ്, മറ്റേ കൈ എന്തെങ്കിലും ഉപയോഗിക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ഒരു കൈ കൊണ്ട് സുന്നി പഴമല്ലേ, കൊച്ചു പഴം, ഒരു കൈക്കേ ഉള്ളു. അങ്ങനെ നമ്മുടെ കൊല്ലങ്കാര പഴമൊന്നും ചെറുതൊന്നും അല്ല, അടിപൊളി മുട്ടൻ പഴമാണ്. പക്ഷേ ഇതിപ്പോൾ കൊച്ചു പഴമാണ് ഇവന്മാർ ശ്രദ്ധിക്കുന്നത്. സാധാരണ വലിയ പഴമാണ് കൊടുക്കുന്നത്. ഇവന്മാർ ഭയങ്കര ശോകമാക്കി കളഞ്ഞ് നമുക്ക് പഴത്തിനകത്ത് ശോകം അടിച്ച് സീനില്ല. എന്നാലും അടിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. നമ്മൾ ഉടൻ തന്നെ പഴവും പപ്പടവും അടപ്രഥമനായിട്ട് ഇങ്ങനെ എവിടെ അങ്ങോട്ട് കഴിയുമ്പോൾ എൻ്റെ പൊന്ന് സാറേ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല കേട്ടോ. അത് കഴിഞ്ഞ് താണ്ട വേറൊരു പായസം വന്നു. അതിന് വേറൊരു രുചിയായിരുന്നു. അത് എന്ത് പായസമാണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. കടലപ്പായസമാണോ? പക്ഷെ എന്തൊരു സൂപ്പർ രുചിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കഴിച്ചു. കടലപ്പായസമൊക്കെ ആയിട്ട് ഇങ്ങനെ വേണ്ടി ഞെവടി അടിച്ച് എൻ്റെ പൊന്ന് സാറേ അതുകൊണ്ട് കഴിച്ച് തീരാറായപ്പോൾ തന്നെ നമുക്ക് അടുത്ത് ഇനി വേറൊരു പായസം കൂടെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വെള്ള കളറുള്ള പായസമാണ്. അതിൻ്റെ പേര് സേമിയ പായസം എന്നാണെന്ന് തോന്നുന്നു. അതെ നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. ആദ്യം ഒരു ബോൾ വെക്കും, ഒരു മഞ്ഞ സാധനം. അത് ഭയങ്കര മധുരം കേട്ടോ ഈ സാധനം. അതിൻ്റെ മേളിലാണ് പായസം ഒഴിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഒട്ടയ്ക്കണം. എൻ്റെ പൊന്ന് സാറേ അങ്ങോട്ട് ഉടച്ച് ഞെവടിയാണ്. ഞാൻ ഈ പരുവാക്കണം. ഈ പരുവാക്കിയിട്ട് എന്താ അങ്ങോട്ട് വാരി കയറി ഒറ്റ കുടി. ഇത് കണക്കൊരു സുഖം വേറെ എങ്ങും ഒരു സദ്യ കഴിച്ചാലും നമ്മൾ കിട്ടത്തില്ല. അങ്ങനെ പായസമൊക്കെ തീർന്ന് കുടിച്ച് കഴിയുമ്പോൾ വീണ്ടും ചോറ് വന്നു. അതെന്തിനാണെന്നറിയോ? മോര്, പച്ചമോര്, കാച്ചിയ മോര്, രസം, അതെല്ലാം വരുന്നത് പിന്നീടാണ്. പായസങ്ങൾക്ക് ശേഷമാണ്. അതെല്ലാം നമ്മൾ നല്ല വടിച്ചടിച്ച് അങ്ങോട്ട് വയറപ്പോഴത്തേക്ക് ഒരു വിധം പിന്നെ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി. ഓക്കെ.